ഒടുവിൽ രാജ്നാഥ് സിംഗും പറയുന്നു വിമർശകരുടെ വായടപ്പിക്കാൻ. ആ 300 മൊബൈലുകൾ മരങ്ങളാണോ ഉപയോഗിച്ചിരുന്നത്? ബാലാക്കോട്ടിനെ കുറിച്ച് രാജ്നാഥ് സിംഗിന്റെ കടുത്ത പ്രതികരണമാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്ത. ബാലാക്കോട്ട് പ്രത്യാക്രമണത്തിൽ 300 പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന അനൌദ്യോഗിക പ്രചാരണത്തെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വന്നത്. വ്യോമസേനയുടെ മിറാഷ് 2000 വിമാനങ്ങൾ ബാലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തുന്നതിന് മുൻപ് ജെയ്ഷെ ക്യാമ്പിൽ 300 മൊബൈൽ ഫോണുകളുടെ സിഗ്നലുകൾ കിട്ടിയിരുന്നുവെന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു. ദേശീയ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ നൽകിയ കണക്കാണിതെന്നും ഇത് പ്രതിപക്ഷം വിശ്വസിക്കാത്തത് എന്താണെന്നും രാജ്നാഥ് സിംഗ് ചോദിക്കുകയാണ്. ആ 300 മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചത് പിന്നെ മരങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. രാജ്നാഥ് സിംഗിന്റെ പരിഹാസം വെറുതെയൊന്നുമല്ല, കൃത്യമായി കുറിക്കുകൊള്ളുന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അസമിലെ ദുബ്രിയിൽ BSFന്റെ ഒരു നിരീക്ഷണ സംവിധാനം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പരാമർശവും പരിഹാസവും. കേന്ദ്ര സർക്കാരിന്റെ ഇന്റലിജൻസ് നിരീക്ഷണ ഏജൻസിയാണ് ദേശീയ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷായും നിർമ്മല സീതാരാമനും കേന്ദ്രമന്ത്രി സിംഗും ഒക്കെ പറഞ്ഞത് തന്നെയാണ് രാജ്നാഥ് സിംഗും ആവർത്തിച്ചിരിക്കുന്നത്. ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ കണക്ക് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞതിന് പിറ്റേന്നാണ് രാജ്നാഥ് സിംഗിന്റെ ഈ പരാമർശം എന്നതും ശ്രദ്ധേയമാണ്. അതായത് കൃത്യമായ കണക്കുകൾ നിർമ്മല സീതാരാമൻ പറഞ്ഞില്ലെങ്കിലും 300 മരങ്ങളാണോ എന്ന് രാജ്നാഥ് സിംഗ് ചോദിക്കുകയാണ്. വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞതാണ് ഇന്ത്യൻ നിലപാടെന്നാണ് നിർമ്മല സീതാരാമൻ ഇന്നലെ വ്യക്തമാക്കിയത്. പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര പരിശീലന ക്യാമ്പിന് നേരെ ഇന്ത്യ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ഇത് പാകിസ്ഥാനെതിരെയുള്ള സൈനിക നടപടിയല്ലെന്നും മുൻകരുതലെന്ന നിലയിൽ ഇന്ത്യ സ്വീകരിച്ച നടപടി മാത്രമാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത് വലിയ ചർച്ചയായിരുന്നു ഇന്ത്യയിൽ. നേരത്തെ അഹമ്മദാബാദിൽ നടന്ന ഒരു പാർട്ടി പരിപാടിയിൽ ബാലാക്കോട്ടിൽ 250 ഭീകരരെ ഇന്ത്യ വധിച്ചുവെന്ന BJP അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞതും വലിയ വിവാദമായിരുന്നു. അന്നു തന്നെ വ്യോമസേനാ മേധാവി BS ധനോവ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എത്ര പേർ മരിച്ചെന്ന കണക്കെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, വ്യോമസേനയല്ല എന്നാണ് വിശദീകരിച്ചത്. എത്ര പേർ മരിച്ചു എന്ന കണക്ക് വ്യോമസേനയ്ക്ക് എടുക്കാനാകില്ല. അവിടെ എത്ര പേരുണ്ടായിരുന്നോ അവരൊക്കെ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് BS ധനോവ പറഞ്ഞത്. അതായത് കാര്യങ്ങൾ വ്യക്തമാണ്. കണക്കുകളെ സംബന്ധിച്ച് ആശയക്കുഴപ്പം തുടരുമ്പോൾ കൃത്യമായ കണക്കുകൾ തന്നെയാണ് രാജ്നാഥ് സിംഗും സൂചിപ്പിക്കുന്നത്. എന്നാൽ അമിത്ഷായെ ന്യായീകരിച്ച് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി VK സിംഗ് രംഗത്തെത്തിയതോടെ ചർച്ചകൾ ചൂടുപിടിക്കുകയായിരുന്നു. ഏകദേശ കണക്കാണ് ഷാ പറഞ്ഞതെന്നും ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കൃത്യമായ കണക്ക് കിട്ടിയില്ലെന്നുമായിരുന്നു VK സിംഗിന്റെ ന്യായീകരണവും. ആക്രമണം നടത്തിയ പ്രദേശത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളിലുണ്ടായിരുന്ന ഭീകരരുടെ എണ്ണം വച്ചാണ് എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് ഏകദേശ കണക്ക് എടുത്തത്. സ്ഥിരീകരിച്ച കണക്കല്ല അദ്ദേഹം പറഞ്ഞത്. അത്രയും പേർ മരിച്ചിട്ടുണ്ടാകാമെന്നാണ് പറഞ്ഞതെന്നാണ് VK സിംഗ് പറഞ്ഞത്. ബാലാക്കോട്ട് ആക്രമണം നടന്നപ്പോൾ മുതൽ വലിയ വിമർശനങ്ങളാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായ കണക്കുകൾ ഇന്ത്യയുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പലപ്പോഴായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കൃത്യമായി സൈന്യത്തിന്റെ കയ്യിൽ കാര്യങ്ങളുണ്ട്. അമിത്ഷായും നിർമ്മല സീതാരാമനും അതോടൊപ്പം മന്ത്രി സിംഗുമെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞതും അതുതന്നെയാണ്. ഇന്ത്യ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ആക്രമിച്ചത്. അതുതന്നെയാണ് ആ 300 മൊബൈലുകൾ മരങ്ങളാണോ ഉപയോഗിച്ചത് എന്ന് ബാലാക്കോട്ടിനെ കുറിച്ച് രാജ്നാഥ് സിംഗ് ചോദിക്കുമ്പോൾ പുറത്തുവരുന്നതും അതുതന്നെയാണ്. 300 ഭീകരർ ഉപയോഗിച്ചിരുന്ന ആ മൊബൈൽ സിഗ്നലുകൾ അപ്രത്യക്ഷമായെങ്കിൽ ആ 300 പേർ അത് മരങ്ങളല്ല, മനുഷ്യർ തന്നെയാണ്. അതെന്തുകൊണ്ട് ഭീകരവാദികളാണെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷം വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗും ചോദിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും.